അത് മതി കണ്ടത്. ബാ എനിക്ക് നമുക്ക് സ്കൂളിൽ പോണ്ടേ. നമുക്ക് സ്കൂളിൽ പോണ്ടേ. നല്ല സിജു, എന്റെ പൊന്നു സിജു പറയാൻ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എടി ഒന്ന് എഴുന്നേറ്റ് നേരം എത്രയെന്ന് അറിയാമോന്ന്. അപ്പൊ ഞാൻ പറയാം 5 മിനിറ്റ് കേട്ടോ. അങ്ങനെ വേണം പറയാൻ. നീ കുളവാക്കരുത്. ഒന്നി പഴിച്ചാ 3. ഓക്കെ റെഡി. ഓണാണോ? ശരി. എത്ര നേരം എനിക്ക് നമുക്ക് പിള്ളേരെ വെയിറ്റ് ചെയ്യുന്നു. എന്റെ പൊന്നു സിജു 2 സെന്റൻസേ ഉള്ളൂ പ്ലീസ്. ഇങ്ങനൊക്കെ രാവിലെ എഴുന്നേക്കണമെന്ന് അറിയാമെങ്കിലുവേ ഒരു 5 മിനിറ്റ് കൂടി എന്ന് പറഞ്ഞ് മൂടി പേഴ്സ് കേൾക്കാനൊരു പ്രത്യേക സുഖമല്ലേ. ഇനി അബദ്ധത്തിൽ എങ്ങനെ അടുക്കളയുടെ വശത്തോടെ പോയോണ്ടല്ലോ തീർന്നു. ഇന്നത്തെ കാര്യത്തിനൊരു തീരുമാനമാവും എന്നുള്ളതാ. എനിക്കറിയാൻ മേല. എല്ലാത്തിനും ഞാൻ നാളാം വീതം മുട്ട പൊരിച്ചു കൊടുത്തു. മുട്ട ദിവസമാണോന്ന് എനിക്ക് തന്നെ ഒരു സംശയമുണ്ട്. മുട്ടയെ തുടങ്ങുന്ന ദിവസമൊക്കെ നല്ലതാണെന്നാ പറയുന്നത്. ചുമ്മാ അറിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ പൊതി കെട്ടണമല്ലോ. പൊതി കെട്ടി തുടങ്ങുമ്പോഴത്തേക്കിന് അവിടുന്ന് ഇവിടുന്ന് വരും ഓരോരുത്തർ. അത് വേണ്ട എനിക്ക്, ഇത് വേണ്ട എനിക്കെന്ന് പറഞ്ഞുകൊണ്ട്. നോറയ്ക്ക് അത് ഞാൻ പോഞ്ഞു കെട്ടി. ഇനി പിവാച്ചിന് നൂഡിൽസ് പോഞ്ഞു കെട്ടിയപ്പോഴത്തേക്കിനാണ്ടേ ആണ്ടിരിക്കുന്നു. മസാല ഇടാൻ മറന്നുപോയി. ഇനിയും പിന്നെ തിരിച്ച് കുടഞ്ഞിട്ട് എല്ലാം സെറ്റ് ആക്കണമല്ലോ. അങ്ങനെ പിന്നെ പ്രാർത്ഥിക്കുകയെല്ലാം ചെയ്തിട്ട് പിള്ളേരെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടപ്പോഴത്തേക്കിനാണ് അറിയുന്നത് ബസ് 50 മിനിറ്റ് ലേറ്റ് ആവുന്നു. എടുക്കാൻ വന്നാ സിജു, പിള്ളേർക്ക് സ്കൂൾ ബസ് ഇച്ചിരി ലേറ്റ് ആണ്. സ്കൂളിൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ തന്നെ 9 മണി ആയില്ലേ. അങ്ങനെ ബസ് സ്റ്റോപ്പിലുണ്ടായിരുന്ന പിള്ളേരെ എല്ലാത്തിനെയും കൂടെ വണ്ടിക്കകത്ത് പെറുക്കി കെട്ടി സ്കൂളിൽ കൊണ്ടുവിട്ടു. ഏതായാലും വെളിയിൽ ഇറങ്ങിയതാണല്ലോ. എന്തെങ്കിലും വില ചെടിയൊക്കെ വന്നിട്ടുണ്ടോ നോക്കിയേക്കാന്ന് വിചാരിച്ചാൽ. സമ്മറൊന്നും ആയില്ല, എന്നാലും പെരയ്ക്കകത്ത് വെക്കാനായിട്ടുള്ള ഇൻഡോർ ചെടികളെ അങ്ങനെ 2-3 എണ്ണമൊക്കെ ഞാൻ എടുത്തു കേട്ടോ. വീട്ടിലെത്തിയപ്പോഴത്തേന് ഏതാണ്ടൊക്കെ ഉച്ചയായി. ഇനിയിപ്പോൾ നമ്മുടെ കുത്തിരി ഇടാനുള്ള നേരമൊന്നുമില്ല. അത് കാരണം ഞാൻ ബാസ്മതി ഇട്ടു. അതാകുമ്പോൾ പെട്ടെന്ന് പണി തീരുമല്ലോ. പിന്നെ ഇച്ചിരി വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു കേട്ടോ, ഫ്രോസൺ ആയിട്ടുണ്ടായിരുന്നേ. അത് ഞാൻ വെണ്ടയ്ക്ക മെഴുക്ക് പുരട്ടി വെച്ചു. പിന്നെ മീനുണ്ടായിരുന്നു ഇത്തിരി. അത് വെട്ടി കണ്ടിച്ച് വറക്കാലോ എന്നൊക്കെ വിചാരിച്ച് മുളക് പുരട്ടി എടുത്തു. എനിക്ക് എന്നാണോ ഈ കഷ്ണ മീനിനേക്കാളും ഇഷ്ടമേ നമ്മുടെ നത്തൊല്ലിയും അയലയും കിളിയും മത്തിയൊക്കെയാണ്. അതിനൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ. പിന്നെ ചിക്കൻ കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യം കുച്ചാലായി. ഞാൻ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ ഫുൾ ചിക്കൻ ആയിട്ടോ എപ്പോഴും മേടിക്കുന്നേ. എനിക്കെന്തോ നമ്മൾ ഈ നാട്ടിലൊക്കെ ഇങ്ങനെ കോഴിക്കടയെന്നേ ഇങ്ങനെ ചിക്കൻ മേടിച്ച് കഴിച്ചുകൊണ്ടൊക്കെ ആയിരിക്കും. ഈ കഷ്ണം മാത്രമായിട്ടുള്ള ചിക്കൻ മേടിക്കുമ്പോൾ ഉണ്ടല്ലോ ഒരുമാതിരി റബ്ബർ ഒരു രുചിയില്ലെന്നേ അതിന്, ഈ എല്ലുമില്ലാത്ത കഷ്ണം കഴിക്കുമ്പോഴത്തേക്കിനും. പിന്നെ ഉച്ചക്കത്തെ ചോറൂണും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞാൻ ഓർത്തെ എന്നാൽ പിന്നെ ചെടിയും കൂടെ ഒന്ന് വെച്ചേക്കാം. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം ചുമ്മാ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചു. ഞാനങ്ങനെ വലിയ ചെടിപ്രേമിയൊന്നുമല്ല, എന്നാലും ചുമ്മാ ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷം കേട്ടോ, വീട്ടിൽ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്നത് കാണുമ്പോഴത്തേക്കിനാ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കിന് ഇന്നത്തെ വെതർ നല്ലായിരുന്നു. അങ്ങനെ നടക്കാനൊക്കെ പോയി തിരിച്ച് വന്നു കഴിഞ്ഞ് കാപ്പ് കുടിക്കാനൊക്കെ എടുക്കുമ്പോഴത്തേക്കിനാണ് ഓരോരുത്തർ ഓരോ സൈഡിൽ നിന്ന് വരും. ഇച്ചിരി തരാവോ, റസ്ക് മുക്കി കഴിക്കാനാ, ബിസ്ക്കറ്റ് മുക്കി കഴിക്കാനാന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പിന്നെ സ്കൂളുള്ള ദിവസമാണെങ്കിലേ പിള്ളേരെ നേരത്തെ കുരിശും വരച്ച് ഫുഡും കൊടുത്ത് കയറ്റും. അല്ലെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം വിളിക്കുമ്പോഴത്തേക്കിനുണ്ടല്ലോ ഒരു 50 വട്ടം വിളിച്ചെന്ന് പറഞ്ഞാൽ ഇതുങ്ങളൊന്നും കണ്ണു ഓർക്കത്തില്ല. പിന്നെ അവരെ കയറ്റി കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ രണ്ടും കൂടെ ഫുഡും കഴിച്ച് കയറിയേക്കാന്ന് ഓർത്താം. അങ്ങനെയൊക്കെ പോയെന്ന് ഇന്നത്തെ ഒരു ദിവസം. നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. അടുത്ത വീഡിയോ കാണാം. അപ്പം ശരി.